അന്ന് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 19, 2025 ഉത്തർപ്രദേശിലെ കാൺപൂരിലെ സച്ചിൻ ഡേക്കിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് രണ്ട് സ്ത്രീകൾ എത്തിയതായിരുന്നു. സാവിത്രി ദേവിയും അവരുടെ മകളായിട്ടുള്ള ക്രാന്തി ദേവിയും. അപ്പോൾ എന്തിനായിരുന്നു അവരെത്തിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മകനായിട്ടുള്ള 45 വയസ്സുള്ള ശിവ്വീറിനെ കാണാനില്ല. ഒരു 10 മാസമായിട്ട് ആൾ മിസ്സിംഗ് ആണ്. അവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഹയർ ഓഫീസറെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. കുറച്ച് നേരത്തെ ഇതിന് ശേഷം അവർക്ക് ഹയർ ഓഫീസറെ കാണാനും സാധിച്ചു. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയാണ്. ഇതേപോലെ എൻ്റെ മകനെ കഴിഞ്ഞ 10 മാസമായിട്ട് കാണാനില്ല, കണ്ടുപിടിച്ച് തരണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ മുൻപ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപും ഇതേപോലെ മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ വലിയ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അങ്ങനെ ആ ഒരു പോലീസ് ഓഫീസർ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇവരുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ സാവിത്രി ദേവി പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദീപാവലിക്കാണ് മകൻ നാട്ടിലോട്ട് എത്തിയത്. ഗുജറാത്തിലായിരുന്നു ആൾക്ക് ജോലി ഉണ്ടായിരുന്നത്. അപ്പോൾ ദീപാവലിയുടെ രാത്രി തന്നെ എന്തോ ഒരു എമർജൻസി വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾ തിരിച്ച് ഗുജറാത്തിലോട്ട് പോയെന്നാണ് ആളുടെ വൈഫായിട്ടുള്ള ലക്ഷ്മി ഈ ആളുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ആളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, ആളാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വിളിക്കുന്നുമില്ല. ഇത്രയും മാസങ്ങളായിട്ട് തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുമില്ല. കുറെ നാളായിട്ട് കാണാതായപ്പോഴാണ് ഇതേപോലെ തന്നെ കംപ്ലൈൻറ്റ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത്, എന്നാൽ വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഇവർ പറയുകയാണ്. പോലീസുകാരൻ ചിന്തിക്കുമ്പോൾ ആളുടെ ശീലത്തിലില്ലാത്തൊരു കാര്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ തന്നെ 10 മാസം ഒരു സ്ഥലത്ത് നിൽക്കുക, അതേപോലെ തന്നെ പാരൻസിനെ മറ്റും കോൺടാക്ട് ചെയ്യാതിരിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പന്തികേട്ടുള്ളതായിട്ട് ആൾക്ക് ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ ശിവ്വീറിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ ശിവ്വീറിന് എന്താണ് സംഭവിച്ചത്, ദീപാവലിയുടെ അന്ന് ആൾ എങ്ങോട്ടാണ് പോയത്, അതേപോലെ തന്നെ ആളെ കണ്ടെത്തിയോ ഇല്ലയോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ അടുത്തതായിട്ട് ശിവ്വീറിൻ്റെ വൈഫായിട്ടുള്ള ലക്ഷ്മിയെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ശിവ്വീറിന് എന്താണ് പറ്റിയെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപാവലിയുടെ അന്ന് വേഗം തന്നെ ആൾ ജോലിയുടെ ആവശ്യത്തിനായിട്ട് പോയി എന്നുള്ളതായിരുന്നു. അതായത് ആൾ ഗുജറാത്തിൽ ഒരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ആ കമ്പനിയിൽ നിന്ന് ജോലി വിട്ടിട്ടുണ്ടായിരുന്നു, വേറൊരു കമ്പനിയിൽ ആൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു. സോ അവിടെ നിന്ന് പെട്ടെന്നുകൊണ്ട് തന്നെ ചെല്ലാനായിട്ടുള്ള ഒരു വിളി വന്നപ്പോഴാണ് ആൾ പോയത്. പെട്ടെന്നുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആൾ പോയത്. എന്നാൽ അതിനുശേഷം ആളുടെ യാതൊരു വിവരവുമില്ല എന്നുള്ളതായിരുന്നു ലക്ഷ്മി പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ പോലീസുകാർ ഈ സാവിത്രി ദേവിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെയാണല്ലോ നിങ്ങളുടെ മരുമകൾ പറഞ്ഞത്, അതായത് അന്നത്തെ ദിവസം പോയിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ചോദിച്ചപ്പോൾ ഈ സാവിത്രി ദേവി പറഞ്ഞു അവൾ നുണ പറയണമെന്നുള്ളത്. അതായത് അവളുടെ ഹസ്ബൻഡ് അവളെ വിളിക്കാറുണ്ടെന്നുള്ളതായിരുന്നു അവൾ പറഞ്ഞത്. അതായത് ഇപ്പോൾ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, ലേറ്റ് നൈറ്റ് ആവും ജോലി കഴിഞ്ഞെത്തുമ്പോൾ, അതേപോലെ തന്നെ അതിരാവിലെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ വെള്ളെപ്പോഴും മാത്രമേ തന്നെ വിളിക്കാറുള്ളൂ എന്നുള്ളൊരു കാര്യമായിരുന്നു അവൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഞങ്ങളെ വിളിക്കാനായിട്ട് പറയാനായിട്ട്. എന്നാൽ അവളതൊന്നും കേൾക്കുന്നൊരു മട്ടിലായിരുന്നില്ല. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല, എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ അമ്മ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ പോലീസിന് ലക്ഷ്മിയുടെ മേൽ സംശയം തോന്നുകയാണ്. പോലീസുകാർ നോക്കുമ്പോൾ അവസാനമായിട്ട് ശിവ്വീറിനെ കണ്ടതും സംസാരിച്ചതും എല്ലാം ആളുടെ വൈഫായിട്ടുള്ള ലക്ഷ്മിയാണ്. അതേപോലെ തന്നെ ലക്ഷ്മിയുടെ അടുത്ത് മാത്രമേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഗുജറാത്തിൽ തന്നെ വേറൊരു ജോലി കിട്ടി, അപ്പം അങ്ങോട്ട് പോവാണെന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വേറെ ആരോടും പറഞ്ഞില്ല, പെട്ടെന്നുകൊണ്ട് തന്നെ പോവുകയും ചെയ്തു. ഇതാളുടെ ശീലമല്ല. അപ്പോൾ ലക്ഷ്മി എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ളത് പോലീസിന് തീർച്ചയാവുകയാണ്. അങ്ങനെ അവരുടെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയായിരുന്നു, ഹസ്ബൻഡ് വിളിക്കാറുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് പോലീസിന് മനസ്സിലാകുന്നത് അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ശിവ്വീർ അവരെ കോണ്ടാക്ട് ചെയ്യാറേ ഇല്ല എന്നുള്ള കാര്യം. പക്ഷേ വേറൊരാളുമായിട്ട് ഈ ഒരു ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്, മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ട്. അതാരാണെന്ന് നോക്കിയപ്പോൾ അമിത് എന്ന് പറയുന്ന ഒരാളായിരുന്നു. അങ്ങനെ ആളുടെ അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ എടുത്തു പോലീസുകാർ നേരെ അമിത്തിൻ്റെ വീട്ടിലോട്ട് എത്തി. അമിത്തിൻ്റെ വീട്ടിലെത്തി അവർ ഡോറിൽ നോക്ക് ചെയ്തപ്പോൾ ഡോറ് തുറന്നത് ക്രാന്തി ദേവിയാണ്. യെസ്, ഈ ഒരു ശിവ്വീറിനെ കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് അമ്മയുടെ കൂടെ ഈ അമ്മയുടെ മകളും കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ സെയിം സ്ത്രീ തന്നെയായിരുന്നു അത്. അവരുടെ മകനായിരുന്നു ഈ ഒരു അമിത്.
ക്രാന്തിദേവി ചോദിച്ചു എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കേസിന്റെ കാര്യത്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പയ്യൻ അവിടെ നിന്ന് പോലീസുകാർ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതേപോലെ തന്നെ ലക്ഷ്മിയെയും പോലീസുകാർ കസ്റ്റഡിയിലെടുത്തു പോകും. പോലീസുകാർ നോക്കുമ്പോൾ ശിവവീറിനെ കാണാതാകുന്ന ദിവസവും അതിനു മുൻപും അതിന് ശേഷം ഒക്കെ അമിതുമായിട്ട് കോളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ പർട്ടിക്കുലർ ദിവസം അത്യാവശ്യം കോളുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സോ ഇവർ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള ആ ഒരു ഐഡിയയിൽ തന്നെയായിരുന്നു പോലീസുകാർ ഇവർ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തത്. അതേപോലെ തന്നെ ഈ ശിവവീറിൻ്റെ അമ്മയുടെ അടുത്ത് പോലീസ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ പേരക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് അവൻ്റെ അമ്മാവൻ്റെ വീട്ടിലോട്ട് പോകുന്നതെന്നുള്ളത് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ശിവവീർ ഇല്ലാത്ത സമയത്തും ഈ പയ്യൻ അവിടെ പോകാറുണ്ടായിരുന്നു, അവിടെ താമസിക്കാറുണ്ട്. അതൊക്കെ എന്തിനാണെന്നുള്ളത് തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളത് അവർ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. ഇതിനെക്കുറിച്ചിട്ട് സാവിത്രി ദേവി പലപ്പോഴായിട്ട് ഈ അമിതിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ലക്ഷ്മിയുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും അത് കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസുകാർ ഈ ഒരു ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് സ്ഥിരം അമിതിനെ വിളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞൊരു മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അനന്തരവനെ വിളിക്കുന്നതാണെന്നുള്ള തരത്തിലാണ്. അതായത് എന്തെങ്കിലും കടയിൽ പോകാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പിടിച്ച് മാറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ വിളിക്കുന്നത് എന്നുള്ളത് പോലീസിൻ്റെ അടുത്ത് ഈ സ്ത്രീ പറയുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഓക്കെ, എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 2-3 തവണ വിളിക്കും, അതും 5-10 മിനിറ്റോ ഉള്ള കോൺവെർസേഷൻ ആയിരിക്കും. എന്നാൽ നിങ്ങൾ തമ്മിൽ വിളിച്ചിരിക്കുന്നത് അങ്ങനെയല്ല, മണിക്കൂർ കണക്കിനാണ്. അപ്പോൾ എന്ത് ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം സംസാരിച്ചത്, എന്തൊക്കെയാണ് നിങ്ങൾ സംസാരിച്ചത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാർ അവരുടെ സ്റ്റൈലിൽ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവസാനം അവർക്ക് സത്യം പറയാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അവസാനം നടന്നതെല്ലാം തന്നെ അവർ രണ്ടുപേരും പോലീസിൻ്റെ അടുത്ത് തുറന്നു പറയുകയായിരുന്നു. 2004 ശിവവീറും ലക്ഷ്മിയും പരിചയപ്പെടുന്നത്. അവരുടെ സൗഹൃദം പിന്നീട് പ്രണയമായിട്ട് മാറുകയായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും ഇവരുടെ വീട്ടിൽ ഈ ഒരു വിവാഹത്തിൻ്റെ കാര്യം പറയുകയാണ്. വീട്ടുകാരും അതിന് ഓക്കെ പറയുകയായിരുന്നു. അങ്ങനെ ഇവരുടെ വിവാഹം നടക്കുകയും ചെയ്തു. അതിനുശേഷം ശിവവീർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോലി ആവശ്യത്തിനായിട്ട് ഗുജറാത്തിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ആൾ തൻ്റെ വൈഫിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഗുജറാത്തിൽ നിർത്തിയിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്നിട്ടായിരുന്നു ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ടായിരുന്നത്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ആളുടെ ജോലിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ച് ഈ ഒരു കാൺപൂരോട്ട് വരികയായിരുന്നു. നാട്ടിലൊരു ചെറിയ വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു. അതിനിടയിൽ ഇവർക്ക് 3 കുട്ടികളും ജനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ വീണ്ടും ശിവവീറിന് ഗുജറാത്തിൽ മറ്റൊരു ജോലി ശരിയാവുകയാണ്. ആള് അങ്ങോട്ട് പോവുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് ആള് വൈഫിനെയും കുട്ടികളെയും കൊണ്ടുപോയില്ല. ആൾ ഒറ്റയ്ക്കായിരുന്നു ജോലിക്ക് വേണ്ടി അങ്ങോട്ട് പോയത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശിവവീർ ലീവിന് വരുമ്പോൾ സാവിത്രി ദേവിയും ആ ഒരു വില്ലേജിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ആളുടെ അമ്മ അതേപോലെ തന്നെ ആളുടെ സിസ്റ്ററായിട്ടുള്ള ക്രാന്തി ദേവിയും ആ ഒരു വില്ലേജിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. വരുമ്പോൾ എല്ലാവരെയും ആൾ വിസിറ്റ് ചെയ്യും, കുറച്ച് ദിവസം നാട്ടിൽ നിൽക്കും, തിരിച്ച് ജോലിക്ക് പോകും. അതായിരുന്നു ആളുടെ ഒരു റൊട്ടീൻ. അപ്പോൾ ആളുടെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോയ സമയത്ത് അവിടെ അമിത് ഉണ്ട്, അതായത് സിസ്റ്ററിൻ്റെ മകൻ, ഇയാളുടെ മരുമകൻ. അപ്പോൾ അമിതിൻ്റെ അടുത്ത് പറയാണ്, അമ്മായി അവിടെ ഒറ്റയ്ക്കാണ്, എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ ഞാനില്ലാത്ത ടൈമിൽ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് ഈ അമിതിനെ വിളിക്കാറുണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമിതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അമ്മാവിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടേക്ക് വേണ്ടുന്ന ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ 3 കുട്ടികളും ഉണ്ടല്ലോ, ആ കുട്ടികളൊക്കെ ആയിട്ട് കളിച്ച് രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവവും ഈ ഒരു പയ്യനുണ്ടായിരുന്നു. എന്നാൽ പതിയെ അമിതും ലക്ഷ്മിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മാറുകയാണ്. അവർ തമ്മിൽ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആവുകയാണ്. ഇത് പതിയെ ചെറിയ രീതിയിൽ ആളുകളൊക്കെ അറിയുകയാണ്. അതേപോലെ തന്നെ ശിവവീറിനും ഇതിനെക്കുറിച്ചൊരു സൂചന കിട്ടി. ഒരു സമയത്ത് ഇവർ രണ്ടുപേരെയും കൈയോടെ പിടികൂടുകയും ചെയ്തു. ഇവർ രണ്ടുപേരെയും നല്ല രീതിയിൽ ചീത്ത പറഞ്ഞു. എന്നാൽ ഈ ഒരു വിഷയം പുറത്തു വിടാൻ ആൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അത് സോൾവ് ചെയ്യാണ്. എന്നിട്ട് ചിന്തിച്ചൊരു കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവരിത് തുടരില്ല, അതായത് ഇവരിത് നിർത്തിക്കോളും, നന്നായിക്കോളും എന്നുള്ളതായിരുന്നു. അങ്ങനെ കൂടുതലായിട്ട് ശിവവീർ തൻ്റെ വൈഫിനെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ഇത് ഈ ഒരു അമിതിൻ്റെയും ലക്ഷ്മിയുടെയും ബന്ധത്തിന് വിള്ളലുണ്ടാക്കുകയാണ്. അവർക്ക് പഴയ പോലെ കാണാനോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അത് അവർക്ക് വലിയ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇവരുടെ ഈ ഒരു ബന്ധത്തിനിടയിൽ നിൽക്കുന്നത് ശിവവീറാണല്ലോ. അപ്പോൾ ശിവവീറിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ളൊരു ചിന്തയിലോട്ട് ഇവർ രണ്ടുപേരും എത്തുകയാണ്. അങ്ങനെയാണ് 2024 ദീപാവലിയുടെ ലീവിനായിട്ട് ശിവവീർ നാട്ടിലോട്ട് വരുന്നത്. ദീപാവലിയുടെ രാത്രി തന്നെ ഇയാളെ ഇല്ലാതാക്കാനായിട്ടായിരുന്നു ഇവർ പ്ലാൻ ചെയ്തത്. അങ്ങനെ
30-ാം തീയതി രാത്രി ശിവ്വീറിൻ്റെ 3 കുട്ടികളും പടക്കം പൊട്ടിക്കുന്നതിലും മറ്റൊക്കെ ബിസി ആയിരുന്നു. അതേപോലെ തന്നെ റിലേറ്റീവ്സ് വന്ന് പോകുന്നുണ്ട്. സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് പടക്കം പൊട്ടിക്കലും പിള്ളേരും അങ്ങനെ വൻ ബഹളമായിരുന്നു. അന്നത്തെ ദിവസം ഇവർ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ഇത്തിരി രാത്രിയായപ്പോൾ എല്ലാവരും കയറി വരുന്ന ആ ഒരു ടൈമിൽ ഈ ലക്ഷ്മി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നാൽ ഈ ചായയിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു. ശിവ്വീറിൻ്റെ മൂത്ത മകനാണെന്നുണ്ടെങ്കിൽ 18 വയസ്സുണ്ടാവും അതിൻ്റെ പ്രായം. ആ പയ്യൻ ആ സമയത്ത് കൂട്ടുകാരുടെ കൂടെ ഒക്കെ പുറത്തായിരുന്നു എന്നാണ് പറയുന്നത്. വീട്ടിലുള്ള എല്ലാവർക്കും ഇത്തരത്തിലുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഉറക്കം വരികയാണ്. എന്നാൽ ഈ ശിവ്വീറിൻ്റെ ബാക്കിയുള്ള 2 മക്കളുടെ മൂത്ത കുട്ടിയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ട് ആ ചായ ഫുള്ള് കുടിച്ചില്ല. കുറച്ച് കുടിച്ചിട്ട് മുപ്പര അവിടെ വെക്കുകയാണ്, എന്നിട്ട് പോയി കിടക്കുകയും ചെയ്തു. ലക്ഷ്മി നോക്കുന്ന സമയത്ത് എല്ലാവരും ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് അവർ കരുതിയിട്ട് നേരെ അമിത്തിനെ വിളിക്കുകയായിരുന്നു. അമിത് നേരെ തന്നെ അങ്ങോട്ടെത്തി. അപ്പോൾ ശിവ്വീറിന് ഓൾറെഡി അവർ ഒരു റൂമിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിക്കാക്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇയാളെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യത്തെ ഒരു കുത്തിയത് ഈ അമിത്താണെന്നാണ് പറയുന്നത്. അമിത് ഹാൻഡിക്കേപ്ഡ് ആണ്, ആൾക്ക് ഒരു കയ്യും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഈ ലക്ഷ്മിയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് അയാളെ അവിടെ വെച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് ആ ചായ കുറച്ച് കുടിച്ച ആ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ഒന്ന് എഴുന്നേക്കാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ലക്ഷ്മി ചെന്നിങ്ങായിട്ട് ആ കുട്ടിയെ സമാധാനിപ്പിച്ചിട്ട് അവിടെ കിടത്തി ഉറക്കുകയും ചെയ്തു എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്നിട്ട് അവർ ബോഡി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീടിൻ്റെ ബാക്കിൽ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുകയായിരുന്നു. കുറച്ചങ്ങോട്ട് മാറിയിട്ട് അധികം ആളുകളൊന്നും വരാത്തൊരു സ്പേസാണ്. എന്നാൽ അതിനുശേഷം ഇവർക്ക് വീണ്ടും പേടി വരികയാണ്. പോലീസുകാരെങ്ങാനും വന്നാലോ, ബോഡി എങ്ങാനും കണ്ടെടുത്താലോ. അപ്പോൾ ബോഡി വേഗം അഴുകി പോകുന്നതിന് വേണ്ടിയിട്ട് ഉപ്പിട്ടാൽ മതി എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അവർ വീണ്ടും ആ ഒരു കുഴി തോണ്ടിയിട്ട് ഒരു 10-12 കിലോ ഉപ്പ് വാങ്ങിയിട്ട് അതിൽ വിതറുകയായിരുന്നു. അതിനുശേഷം വീണ്ടും കുഴി മൂടി പിന്നെ തിരിച്ചു വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോഴാണ് വേറൊരു കാഴ്ച കാണുന്നത്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ സ്മെല്ലടിച്ചിട്ടാവും മറ്റോ പട്ടിയൊക്കെ അവിടെ മാന്തിയിട്ട് ചെറിയ രീതിയിൽ കൈയുടെ ചെറിയൊരു പോർഷൻ പുറത്ത് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ഇവർ വീണ്ടും പേടിക്കുകയാണ്. ഈ സീൻ വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പോലീസിനെ വിവരം അറിയിക്കുന്നു. അതേപോലെ തന്നെ അത് തങ്ങളിലോട്ട് എത്തുമെന്ന് ഇവർക്ക് തോന്നി. അപ്പോൾ ആ ഒരു ബോഡി തന്നെ അവിടെ നിന്ന് മാറ്റാനായിട്ട് അവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് ബോഡി കുഴിച്ചെടുത്തു. അപ്പോൾ ഈ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് ഡീകമ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ആ ഒരു ബോഡി എടുത്തിട്ട് പങ്കി കനാൽ എന്ന് പറയുന്ന ഒരു കനാലിൽ കൊണ്ടുപോയിട്ട് അവർ ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ പോലീസിനോടെല്ലാം പറഞ്ഞു, സ്പോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഫോറൻസിക് ടീമും ബാക്കിയുള്ള ഫുൾ ടീമും ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. അതിനുശേഷം തെളിവെടുപ്പുകളും കാര്യങ്ങളൊക്കെ തുടരുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് DNA സാമ്പിളും കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിക്കുകയും ചെയ്തു കേട്ടോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരുമാണെന്നുണ്ടെങ്കിൽ ജയിലിലുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.